ഹലോ ഗൈസ്, ഇറ്റ്സ് മീ സുഹേൽ. ലോക ചന്ദ്ര ചാപ്റ്റർ എന്ന ഫിലിം കാണാനായിട്ട് വന്നതാണ്. ടിക്കറ്റ് എടുത്തു. എൻ്റെ റിവ്യൂ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഫിലിം കാണാൻ വരുന്നത്. ഹോളിവുഡിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കണ്ടതിന് ശേഷം നോക്കാം. അപ്പോൾ ഗൈസ്, മൂവി കണ്ടു റൂമിൽ തിരിച്ചെത്തി. ലോക ചന്ദ്ര ചാപ്റ്റർ 1 ഞാൻ എക്സ്പെക്ട് ചെയ്തെടുക്കും അടിപൊളി മൂവിയാണ്. നമ്മൾ ചിന്തിക്കുന്നൊരു രീതിയിലോട്ടായിരിക്കില്ല കൊണ്ടുപോകുന്നത്. ശരിക്കും വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. മിന്നൽ മുരളിയൊക്കെ പോലത്തെ ഒരു വേറെ തരം ഒരു അടിപൊളി മൂവിയാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് ദൈവങ്ങൾ ആ ഒരു ഇതിലല്ല, പക്ഷേ അവരെ കൊണ്ടുവന്ന് സൂപ്പർ ഹീറോ ആക്കിക്കാണ്. യക്ഷിയും മാടനും ചാത്തനും ആ ഒരു രീതിയിൽ. പക്ഷേ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അപ്പുറമാണ് അതിൻ്റെ വീഡിയോഗ്രാഫി, അതേപോലത്തെ മേക്കിംഗ്, സൗണ്ട് സിസ്റ്റം, പിന്നെ മെയിനായിട്ട് ക്യാമറ, ഒരു ക്വാളിറ്റി എല്ലാം അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ഇതൊരു മലയാളം മൂവിയാണെന്ന് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫ്രം ദ ബിഗിനിങ് ആൻഡ് ടിൽ എൻഡ് വരെ മേക്കിംഗ് അസാധ്യം, സൂപ്പർ എന്ന് തന്നെ പറയാം. പഴയകാല മിത്തിനെ കൊണ്ടുവന്നിട്ട് ശരിക്കും ഈ മൂവിയിൽ ഒരു അന്ധവിശ്വാസം നിറയാത്ത രീതിയിൽ അവർക്ക് അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. യക്ഷിയും ഞാൻ പറഞ്ഞില്ല അതുപോലുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിനെ എങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ ഒരു പടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അധികം മൂവി കാണാത്ത ഒരാളാണ്, പക്ഷെ ഇതെനിക്ക് തോന്നി തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. വെറും 30 കോടിക്ക് ചെയ്തു വെച്ചാൽ ഈ ഒരു സംഭവം ന്യൂ മൂവി വേൾഡ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ 100 കോടിയുടെയും 200 കോടിയുടെ ഒക്കെ മൂവീസ് കണ്ടിട്ടുണ്ട്. പക്ഷെ വെറും 30 കോടിക്ക് ഇതുപോലൊരു പടം, അതും ന്യൂ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്തേക്കണ്. ആ കളർ ഗ്രേഡും തന്നെ ബാംഗ്ലൂർ സിറ്റിയാണ്, പക്ഷെ നമുക്കൊരു ഇന്റർനാഷണൽ ലെവലുള്ള ഒരു പ്ലേസ് പോലെയാണ് എനിക്ക് തോന്നിയത്. കല്യാണി പ്രിയദർശിനിയുടെ അഭിനയാലും അടിപൊളി. നസ്ലാൻ, ചന്തു, ടൊവിനോ, ദുൽഖർ, അത് എല്ലാവരും അടിപൊളി. പിന്നെ വില്ലന്റെ കാര്യം പറയുന്നത് തമിഴ് ഒരു പയ്യനാന്ന് തോന്നുന്നു, പക്ഷെ അവന്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. ഡയറക്ടർ ഡൊമിനിക് എന്താ പറയാ, പ്രേക്ഷകർക്ക് മുന്നിലോട്ട് പുതിയൊരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ഇതിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് BGM ജെയിംസ് പിച്ചോയാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എന്തായാലും സൂപ്പർ ആക്കി വെച്ചത്. എനിക്ക് പറയാനുള്ളത് എല്ലാവരും മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ചന്ദ്ര ചാപ്റ്റർ 1. ഇതിന്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്.